ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതവചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് യാചിച്ചാലും തരുന്ന ദൈവം, അതായത് എന്ത് യാചിച്ചാലും തരുന്ന ദൈവം. യോഹന്നാൻ ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുകയും അവന് പ്രസാദമുള്ളത് ചെയ്യുകയും ആണ് എങ്കിൽ നാം എന്ത് തന്നെ ചോദിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അതിനായി നാം ഒരുങ്ങേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കണം. കൽപ്പനകളെ പ്രമാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇത് കാണാവുന്നതാണ്. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു എന്ന് തുടങ്ങുന്ന ഈ വേദഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത്, നാം അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നുള്ളതാകുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യദൈവം നിനക്ക് ഉണ്ടാകരുത്. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒരു വിഗ്രഹവും ഉണ്ടാകരുത്. 5-ാമത്തേതിൽ പറയുന്നത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. 7-ാമത്തേതിൽ നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വെറുതെ എടുക്കരുത്. 8-ാമത്തെ വാക്യത്തിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്ക. 12-ാമത്തേതിൽ പറയുന്നത് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഈ ലോകത്തിൽ മാതാപിതാക്കളെ അനുസരിക്കുകയും അവരെ കാണപ്പെട്ട ദൈവങ്ങൾ ആയി കാണുകയും ചെയ്യുന്നവർ ദൈവത്തിൻ്റെ കൽപ്പന അംഗീകരിക്കുകയാണ്. എന്നാൽ അവരെ അപ്രകാരം കാണാത്തവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയാണ് എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കൊല ചെയ്യരുത്. 14-ാമത്തിൽ വ്യഭിചാരം ചെയ്യരുത്. 15-ൽ മോഷ്ടിക്കരുത്. 16-ാമത്തതിൽ കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. 17-ൽ കൂട്ടുകാരൻ്റെ ഒന്നിനെയും മോഹിക്കരുത് എന്നാണ് പറയുന്നത്. ഇതൊക്കെയും പ്രമാണിക്കുന്നവൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുകയും വേണം എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. എന്താണ് ദൈവത്തിന് പ്രസാദമുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിന് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള ഭാഗം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഗമാണ് ഇതിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വിശന്നു എന്ന് തുടങ്ങുന്ന ഈ വേദഭാഗം നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാകുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ അതൊക്കെയും നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമുക്ക് ആ വേദഭാഗം ഒന്ന് നോക്കാം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനെ നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഇങ്ങനെ മുമ്പോട്ട് ഇതിനൊക്കെയും ഈ കർത്താവ് പറഞ്ഞതിൻ്റെതായ മറുപടി ചോദിക്കുന്നുണ്ട്. ഇവിടെ ദൈവം പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരെയെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾ സഹായിച്ചുവെങ്കിൽ ആ സഹായം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ദയയും കരുണയും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വീതം അങ്ങനെ ഉള്ളവർക്കായി ചിലവഴിക്കണം. അപ്പോൾ ദൈവപ്രസാദമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവിക പ്രവർത്തനം ഉണ്ടായിരിക്കണം. അതിനായി നാം മനസ്സിലാക്കേണ്ട വേറെ ഒരു വേദഭാഗമാണ് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം
ആ ഗിരിപ്രഭാഷണത്തിൽ നിന്നും നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉദ്ധരിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. നിങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളെ തന്നെ തിരുത്തി പുതിയൊരു ജീവിതം ജീവിക്കുവാൻ തീരുമാനമെടുക്കുക. ദൈവം നീ എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് നീ എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നു മുതൽ ഞാൻ അവൻ തന്നിട്ടുള്ളതായ കൽപ്പനകളെ പ്രമാണിക്കും. അതിനു വേണ്ടിയിട്ട് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ഭാഗം നാം വായിക്കേണ്ടതുണ്ട്. നാം എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നാം മറ്റുള്ളവരോട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ക്ലിയറാകും. ഇങ്ങനെയൊക്കെയും നമ്മൾ ചെയ്ത് നമ്മളെ തന്നെ തിരുത്തുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളവർക്ക് മാത്രമേ അത് സാധൂകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ എന്ത് യാചിച്ചാലും തരുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നാം മുമ്പോട്ട് ജീവിച്ചാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായുള്ള മനസ്സ് ഈ അവസരത്തിൽ നമുക്ക് ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.